ഈ പരിശുദ്ധ ദേവാലയത്തിൽ സർവേശ്വരനെ നമിക്കുന്നു. ബലഹീനനായ ഞാൻ ഉൾപ്പെടെ ഇവിടെ ഇരിക്കുന്ന വൈദിക ശ്രേഷ്ഠരുടെ ഗുരുവായ ഞങ്ങളൊക്കെ ഏറ്റവും സ്നേഹ ബഹുമാനത്തോടെ കാണുന്ന നിങ്ങൾക്കും അപ്രകാരം തന്നെ നമുക്കൊരു ഗുരുവായ പ്രിയപ്പെട്ട ഡോക്ടർ കെ.എം. ജോർജ് അച്ഛൻ, വൈദിക സഹോദരങ്ങളായ കെ.ടി. ജേക്കബ് അച്ഛൻ, പ്രിയപ്പെട്ട കുര്യാക്കോസ് വർഗീസ് അച്ഛൻ, പ്രിയപ്പെട്ട പി.എ. ഫിലിപ്പ് അച്ഛൻ, ഡോക്ടർ രാജു ഫിലിപ്പ്, സി.കെ. ജേക്കബ് സാർ, ജയൻ കുരുവിള, ശ്രീ ബാബു, ശ്രീ ജേക്കബ്, മാതാപിതാക്കളെ, ഗുരുജനങ്ങളെ, ഞങ്ങളുടെ എല്ലാം അഭിമാനമായ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഗുരുവിൻ്റെ പാദത്തിങ്കിൽ ഇരുന്ന് പഠിക്കുന്നത് അനുഗ്രഹമാണ്. നിങ്ങളൊക്കെ ഗുരുക്കന്മാരുടെ പാദത്തിൽ ഇരുന്ന് പഠിക്കുന്നവരാണ്. വിവിധ കോഴ്സുകളിൽ വളരെ ശ്രദ്ധയോടെ പാഠങ്ങൾ പഠിച്ച് നിങ്ങളായിരിക്കുന്ന വിദ്യാഭ്യാസ വിഷയത്തിൽ ഉന്നതമായ സ്ഥാനം, റാങ്ക് അല്ലെങ്കിൽ ഗ്രേഡ് കരസ്ഥമാക്കി മുമ്പോട്ട് പോകുന്നവരാണ്. ഇടുക്കി ജില്ലയിലെ 2 ഒന്നാം റാങ്കുകാരെ ഞാനൊന്ന് പരിചയപ്പെടുത്തുന്നു. കഴിഞ്ഞ CA പരീക്ഷയിൽ പൈനാവിൽ നിന്നുള്ള ഒരു കുട്ടി, എനിക്ക് ആ പേര് മറന്നുപോയി, 1ാം റാങ്ക് കേരളത്തിൽ നിന്ന്. ദേശീയ തലത്തിൽ അത് 30ാം റാങ്കാണ്. അത് വലിയൊരു അഭിമാനമാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷത്തെ മെഡിക്കൽ എൻട്രൻസ് പരീക്ഷയിൽ നമുക്ക് ഈ കട്ടപ്പന അടുത്തുനിന്നുള്ള ഒരു റോമൻ കാത്തലിക് പെൺകുട്ടിയാണ് 1ാം റാങ്ക് സ്റ്റേറ്റ്. ഞാനിത് പറയാൻ കാര്യം, ഇടുക്കി ജില്ല നിങ്ങളെ കാണുമ്പോൾ ഞങ്ങളൊക്കെ മനസ്സ് തുറന്ന് സന്തോഷിക്കുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. ഹൈന്ദവ സഹോദരീ സഹോദരന്മാർ, മുസ്ലിം സഹോദരീ സഹോദരന്മാർ, ക്രൈസ്തവ സഹോദരീ സഹോദരന്മാർ ഒത്തുചേരുന്ന സ്നേഹത്തിൻ്റെ ഒരു വലിയ കൂട്ടായ്മയാണ് ഇന്ന്. എന്താ പങ്കുവയ്ക്കുന്നത്? ദൈവസ്നേഹം, ഈശ്വര സ്നേഹം. ഐക്കൺ ചെയ്യുന്നത് അതാണ്. ഐക്കണെ പരിചയപ്പെടുത്തിയല്ലോ പ്രിയപ്പെട്ട സണ്ണിയച്ഛൻ. ഇടുക്കി ഭദ്രാസന ഓർത്തഡോക്സ് സഭയുടെ ഇടുക്കി ഭദ്രാസനത്തിലെ ഐക്കണിൻ്റെ ചാരിറ്റി വർക്ക് വിശ്വസ്തയോടെ സുതാര്യതയോടെ ഞങ്ങൾ ഗ്രേസ് സോഷ്യൽ സർവീസ് സൊസൈറ്റി അവർ വിശ്വസിച്ച് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. 15 ലക്ഷത്തോളം രൂപ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുവാൻ നമുക്ക് ആ ഐക്കണിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഇവിടെ പറഞ്ഞല്ലോ, ഒരു സഹോദരനെ ഞാൻ പരിചയപ്പെടുത്താം. പി.എ. ഫിലിപ്പച്ചൻ്റെയും എൻ്റെയും നാട്ടിൽ പെരുന്നാട് ബഥനി ആശ്രമത്തിന് അടുത്ത് തന്നെയുള്ള ഒരു C.V. എബ്രഹാം അമേരിക്കയിലെ അയോവ സ്റ്റേറ്റിലുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ടുണ്ട്. എത്ര പകൽ മുഴുവൻ അധ്വാനിച്ച് സണ്ണിയച്ഛൻ പറഞ്ഞതുപോലെ രാത്രിയിൽ ഒരു വലിയ ശൃംഖല തീർക്കുകയാണ്. ഇന്ത്യയിൽ, ഗൾഫിൽ എല്ലാ രാജ്യങ്ങളെയും കണക്ട് ചെയ്തിട്ട് പാവപ്പെട്ട കുഞ്ഞുങ്ങൾ പഠിക്കാൻ മിടുക്ക്, അവരെ അപ്ലിഫ്റ്റ് ചെയ്യാൻ വലിയ ഒരു ശൃംഖല തന്നെ സൃഷ്ടിച്ച് അവർ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം നമ്മളുടെ നന്മയ്ക്കായി ചെയ്യുന്നതാണ് ഏറ്റവും വലിയ ദൈവിക നന്മ. തീർച്ചയായിട്ടും അതുകൊണ്ട് ഐക്കണെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. ഇക്കാര്യത്തിൽ C.V. എബ്രഹാം ഉൾപ്പെടുന്ന ഐക്കണിലെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണം. അത് ഗ്രേസ് സൊസൈറ്റി, സണ്ണിയച്ഛനും സജിയച്ഛനും ബലഹീനായ ഞാൻ ഉൾപ്പെടുന്ന ഒരു കമ്മിറ്റി, ശ്രീ ബാബു ഞങ്ങൾ ഉൾപ്പെടുന്ന കമ്മിറ്റി, അത് ഏറ്റവും വിശ്വസ്തയോടെ സുതാര്യതയോടെ നിങ്ങൾക്കായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ക്രെഡിറ്റ് ഗോസ് ടു ഐക്കൺ. ഞാൻ ഇംഗ്ലീഷിൽ പറയാണ്, എല്ലാ ക്രെഡിറ്റും എല്ലാ അഭിവാദനങ്ങളും അഭിനന്ദനങ്ങളും ഇറ്റ് ഗോസ് ടു ഐക്കൺ.
നമുക്ക് ഐക്യന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇത് എൻ്റെ കുഞ്ഞുങ്ങളോടാണ്. നിങ്ങളെല്ലാം എൻ്റെ പ്രിയപ്പെട്ട മക്കളാണ്. ഓർത്തഡോക്സ് സഭയിലെ കുഞ്ഞുങ്ങളല്ല. ഇവിടെ ഒത്തിരി ഞങ്ങൾ സ്നേഹിക്കുന്നു നിങ്ങളെ. ഈ മാതാപിതാക്കളെ കഷ്ടപ്പെട്ട് നിങ്ങളെ വളർത്തുന്നു. ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ കോട്ടയം ബസലിയസ് കോളേജിൽ BA ഇംഗ്ലീഷ് അതിൻ്റെ ഫൈനൽ ഇയർ എക്സാമിനേഷന് മുമ്പ് അന്നൊക്കെ കൂട്ടുകാർ, അന്ന് ഞാൻ ബദനി ആശ്രമത്തിലെ ഒരു ബ്രദറാണ്, സാധു എന്ന് പറയും. കോളേജിൽ പഠിക്കുമ്പോൾ കൂട്ടുകാരൊക്കെ ഓട്ടോഗ്രാഫ് കൊണ്ടുവന്നു. അപ്പം ഞാനും വിചാരിച്ചു ഗുരുക്കന്മാരുടെ റൈറ്റിങ്സ്, ആശംസ, അതൊരു അനുഗ്രഹമാണല്ലോ. എൻ്റെ ഓട്ടോഗ്രാഫിൽ അന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ഇംഗ്ലീഷിൻ്റെ പ്രൊഫസർ ഡോക്ടർ രാജാറാം മേനോൻ, തൃശ്ശൂർക്കാരനാണ്, ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് ബസേലിയസ് കോളേജിൽ ഒരു നല്ല ഗുരുനാഥൻ, അനുകരിക്കാവുന്ന. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിലിരുന്ന നമ്മൾ ഇടം വലം തിരിയത്തില്ല, അത്ര ശ്രദ്ധ. മനോഹരമായിട്ട് ഇംഗ്ലീഷ് ഭാഷയിൽ അദ്ദേഹം കവിതകളും നോവലുകളും ഡ്രാമ, ഷേക്സ്പിയറിൻ്റെ ഡ്രാമയൊക്കെ നന്നായിട്ട് പഠിപ്പിക്കും. അദ്ദേഹം എൻ്റെ ഓട്ടോഗ്രാഫിൽ എഴുതി ഒരു ചെറിയ സെൻറ്റൻസ്. അദ്ദേഹം എഴുതി, സിമ്പിളാണ്, അത് നിങ്ങൾക്ക് ആശംസയായി തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഗ്രേറ്റ് തിങ്സ് ആർ എക്സ്പെക്റ്റഡ് ഓഫ് യു. ഇത് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഐക്കണിൻ്റെ കുഞ്ഞുങ്ങൾ, ഗ്രേസ് സൊസൈറ്റിയുടെ കുഞ്ഞുങ്ങൾ, ഞാൻ അങ്ങനെ വിശേഷിപ്പിക്കട്ടെ. ഗ്രേറ്റ് തിങ്സ് ആർ എക്സ്പെക്റ്റഡ് ഓഫ് യു. മലയാളത്തിൽ എന്ത് പറയാം? അത് ട്രാൻസ്ലേറ്റ് ചെയ്താൽ വൻ കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. സഭയും സമൂഹവും സമുദായവും കേരളത്തിൻ്റെ പൊതുസമൂഹവും വൻ കാര്യങ്ങൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഈ പള്ളിയകത്ത് നിങ്ങൾ എത്ര അച്ചടക്കത്തോടെ ഇരിക്കുന്നു, പ്രാർത്ഥനയോടെ ഇരിക്കുന്നു. ഇതാണ് നമ്മുടെ വിജയം. അച്ചടക്കത്തിൽ അധിഷ്ഠിതമാകുന്ന, ഈശ്വരഭക്തിയിൽ അധിഷ്ഠിതമാകുന്ന വിദ്യാഭ്യാസം, അത് തീർച്ചയായിട്ടും നിങ്ങൾ വൻ കാര്യങ്ങൾ നേടും. ഇടുക്കി ജില്ലയ്ക്ക് ഒരു ഫസ്റ്റ് റാങ്കുകാരനായ CA സഹോദരനെ നൽകാൻ സാധിച്ചുവെങ്കിൽ, കഴിഞ്ഞ മെഡിക്കൽ എൻട്രൻസ് പരീക്ഷയിൽ ഒരു 1ാം റാങ്കുകാരിയെ കൊടുക്കാൻ സാധിച്ചുവെങ്കിൽ, അടുത്ത CA പരീക്ഷയ്ക്കോ എൻജിനീയറിംഗ് എക്സാമിനോ അല്ലെങ്കിൽ മെഡിക്കൽ എൻട്രൻസിനോ ഇവിടെ ഇരിപ്പുണ്ട് റാങ്കുകാർ. ഈ കൂട്ടത്തിൽ ഇരിപ്പുണ്ട്. ഐക്കൺ നിങ്ങളെ ഒന്ന് താങ്ങുന്നു, ഐക്കൺ നിങ്ങളെ ഒന്ന് കരുതുന്നു, ഐക്കണിൻ്റെ സ്നേഹം നിങ്ങളെ ഏറ്റുവാങ്ങുന്നു. ഇവിടെ എത്ര രൂപ വാങ്ങി എന്നുള്ളതല്ല, ഐക്കണിൻ്റെ ചാരിറ്റി ദൈവസ്നേഹത്തിനാണ്. ചാരിറ്റി എന്ന ഇംഗ്ലീഷ് വാക്ക് വെറും ലവ് അല്ല. ചാരിറ്റി എന്ന ലവ് എന്ന് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാമെങ്കിലും ചാരിറ്റി എന്ന വാക്ക് അത് നിങ്ങൾ മറന്നു പോകരുത്. ഐക്കൺ ചെയ്യുന്നത് ചാരിറ്റിയാണ്. ചാരിറ്റി മീൻസ് ലവ് ഓഫ് ഗോഡ്, ദൈവസ്നേഹം, ഈശ്വര സ്നേഹത്തിനാണ് ചാരിറ്റി എന്ന് പറയുന്നത്. അത് പങ്കുവയ്ക്കുവാൻ നിങ്ങൾ കടന്നു വന്നതിൽ ഞങ്ങളെല്ലാവരും, തിരുമേനി ഉൾപ്പെടെ, ഇവിടെ ഈ വേദിയിലിരിക്കുന്ന വിശിഷ്ട നമ്മുടെ KM ജോർജ് അച്ഛൻ ഉൾപ്പെടെ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവമക്കളായി വൻ കാര്യങ്ങൾ ചെയ്യുവാൻ ഈ പ്രിയപ്പെട്ട മക്കളായ നിങ്ങൾക്ക് സാധ്യമാവട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ചുകൊണ്ട്, നിങ്ങൾക്ക് വേണ്ടി ചാരിറ്റി വർക്ക് ചെയ്യുന്ന, ഇനിയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഐക്കൺ എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ ചാരിറ്റി ശൃംഖല, ആ ശൃംഖലയെ അഭിനന്ദിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ.